ദൈവമില്ല എന്ന് പറയുന്നത് ശാസ്ത്രബുദ്ധിയാണ്. ദൈവമില്ല എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റുന്ന മണ്ടത്തരങ്ങൾ എന്തൊക്കെയാണ്? ദൈവമില്ലാത്തതു കാരണം അതിസങ്കീർണമായ മനുഷ്യബുദ്ധി സ്വയം പരിണാമപ്പെട്ടു വന്നതാണെന്ന് ഞാൻ വിശ്വസിക്കണം. എന്നാൽ യന്ത്രമസ്തിഷ്കം മറ്റൊരാൾ ഉണ്ടാക്കിയതാണെന്ന് പഠിപ്പിക്കുകയും വേണം. ഉയർന്നു പൊങ്ങി പറന്നുപായുന്ന പക്ഷികളെല്ലാം താനെ ഉണ്ടായതെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ അത്യത്ഭുത ശേഷിയുള്ള യുദ്ധവിമാനങ്ങൾ സൃഷ്ടിച്ച മനുഷ്യനെ പുകഴ്ത്തുകയും വേണം. അരയന്നങ്ങൾ സ്വയം രൂപപ്പെടുമ്പോൾ കപ്പലുകൾ ആരെങ്കിലും ഉണ്ടാക്കാതെ തരമില്ല. ഏറ്റവും സ്വാദിഷ്ടമായ കരിക്കിൻ വെള്ളം തന്നെത്താനെ ഉണ്ടായപ്പോൾ ശീതളപാനീയം നിർമ്മിക്കാൻ നിർമ്മാതാക്കൾ കൂടിയേ തീരൂ. രൂപഭംഗിയും ചലനാത്മകതയും പ്രവർത്തന മികവും കാഴ്ചവെക്കുന്ന ഈ കൈ സ്വയം ഉരുത്തിരിഞ്ഞപ്പോൾ അത്രത്തോളം ശേഷിയില്ലാത്ത യന്ത്രക്കൈ നിർമ്മിക്കാൻ ഒരാളു വേണം. നയനാകർഷകവും മധുസമ്പുഷ്ടവുമായ ഈ പുഷ്പം പരിണമിച്ചുണ്ടായപ്പോൾ സാധാരണ പ്ലാസ്റ്റിക് പുഷ്പമുണ്ടാക്കാൻ ഒരു മനുഷ്യന്റെ ശില്പചാതുരി വേണം. കൂടുതൽ മനോഹരവും സങ്കീർണവുമായത് സ്വയം ഉരുത്തിരിഞ്ഞതെന്നും അത്രത്തോളം വരാത്തത് മറ്റൊരാൾ ഉണ്ടാക്കിയതെന്നും വിശ്വസിക്കുന്നതിലെ വൈരുദ്ധ്യം സുബോധമുള്ള ശാസ്ത്ര വിദ്യാർത്ഥിക്ക് ഉൾക്കൊള്ളാനാകുമോ? ദൈവത്തിൽ വിശ്വസിക്കുവാൻ അദ്ദേഹത്തെ കാണുകയോ അനുഭവിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തെ ശാസ്ത്ര വിദ്യാർത്ഥി എങ്ങനെ കാണണം? കാണുകയോ അനുഭവിക്കുകയോ ചെയ്യാതെ തന്നെ പഠിച്ച ശാസ്ത്ര സത്യങ്ങളെ താൻ ഓർമ്മിക്കണം. സ്കൂളിൽ പഠിച്ചപ്പോൾ പയ്യുടെ വില എത്രയെന്ന് പഠിപ്പിച്ചു തന്ന മാഷിനോട് ആ വില എങ്ങനെ കിട്ടിയെന്നറിഞ്ഞാലേ പഠിക്കൂ എന്ന് നാം പറഞ്ഞില്ല. മാഷിന്റെ അറിവിൽ നമ്മൾ വിശ്വാസമർപ്പിച്ച് പഠിച്ചു. മനുഷ്യൻ ചന്ദ്രനിൽ പോയത് കെട്ടുകഥയാണെന്ന് പറയുന്നവരുണ്ട്. എന്നിട്ടും അത് സംഭവിച്ചുവെന്ന് ശാസ്ത്ര വിദ്യാർത്ഥി വിശ്വസിച്ചു. അത് പഠിപ്പിച്ചയാളുടെ അറിവിലുള്ള വിശ്വാസമാണ് അതിന് കാരണം. ഇന്ന് വരെ പലരും വൈറസിനെ നേരിട്ടു കണ്ടിട്ടില്ല. എന്നിട്ടും അനേകർ വൈറസിൽ വിശ്വസിക്കുന്നു. ഗുരുക്കന്മാരുടെ അറിവും അനുഭവജ്ഞാനവുമാണ് ശാസ്ത്ര പഠനത്തിന് ആധാരമെങ്കിൽ അതുതന്നെയാണ് ദൈവാന്വേഷണത്തിന്റെയും അടിസ്ഥാനം. ദൈവമില്ല എന്ന് ശാസ്ത്രം ഇതുവരെ തെളിയിച്ചിട്ടില്ല. നിലവിലുള്ള സംവിധാനങ്ങൾ കൊണ്ട് ദൈവാസ്തിത്വം കണ്ടുപിടിക്കാനായിട്ടില്ല എന്നേ ഉള്ളൂ. ശാസ്ത്ര വെളിച്ചത്തിൽ കണ്ടെത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് അർത്ഥമില്ല. കണ്ടെത്താത്തതിനെ അന്വേഷിച്ചുള്ള യാത്രയാണല്ലോ ശാസ്ത്രജ്ഞന്റെ ജീവിതം. അന്യഗ്രഹ ജീവികളെ അന്വേഷിച്ചു നടക്കുന്നത് ഉത്തമ ഉദാഹരണമാണ്. പക്ഷികളെ പോലെ വായുഗമനം നടത്തുവാൻ പരീക്ഷണങ്ങൾ നടത്തിയവരെ പരിഹസിച്ചവരുണ്ട്. ഒടുവിൽ പരിഹസിച്ചവർ വിഡ്ഢികളും പരിശ്രമിച്ചവർ ശാസ്ത്രജ്ഞരുമായി. നമുക്ക് ബഹിരാകാശത്തേക്ക് പോകാമെന്ന് പറഞ്ഞവരും പരിഹസിക്കപ്പെട്ടു. ഇവിടെയും പരിഹസിച്ചവർ വിഡ്ഢികളും പറഞ്ഞവർ ശാസ്ത്രജ്ഞരുമായി. നമുക്ക് ദൈവത്തെ അന്വേഷിക്കാമെന്ന് പറയുമ്പോഴും പരിഹസിക്കുന്നവരുണ്ട്. ഇവിടെ ഏത് നിലപാടെടുക്കുന്നവരാണ് യഥാർത്ഥ ശാസ്ത്രജ്ഞരെന്ന് നിങ്ങൾ തീരുമാനിക്കുക. പണ്ട് ശാസ്ത്ര പഠന ക്ലാസ്സിൽ പദാർത്ഥത്തിന്റെ അവസ്ഥകൾ 3 പഠിപ്പിച്ചു. ഇപ്പോൾ 4 പഠിപ്പിക്കുന്നു. ഓരോ കാലഘട്ടത്തിലും പഠിപ്പിച്ചത് വിശ്വസിക്കുകയായിരുന്നു നമ്മുടെ കർത്തവ്യം. സത്യത്തിന്റെ ആവിഷ്കാര വഴികളിൽ ശാസ്ത്രവും തെറ്റിൽ നിന്നും ശരിയിലേക്കും ശരിയിൽ നിന്നും മികച്ച ശരിയിലേക്കും യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും യാത്ര മതിയാക്കുവാൻ ആരും പറഞ്ഞിട്ടില്ല. ദൈവാവിഷ്കരണത്തിൽ മതത്തിനും തെറ്റുകൾ പറ്റിയിട്ടുണ്ടാകാം, ഇല്ലാതിരിക്കാം. പക്ഷേ അതൊന്നും ദൈവത്തെ അന്വേഷിക്കുന്നതിൽ നിന്നും തടയുവാനുള്ള കാരണമേ അല്ല. അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് സത്യദൈവമേ നയിക്കുക. എന്താ, ആത്മാർത്ഥമായ ദൈവാന്വേഷണത്തിന് തുടക്കം കുറിക്കുകയല്ലേ? അങ്ങനെയാകട്ടെ. നല്ലത് വരട്ടെ.